സത്യസന്ധമായി വാർത്ത നൽകിയതിന് അതിനപ്പുറം ഈ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്ന മലയാളത്തിന് പ്രശസ്തനായ നടൻ വിനായകനെതിരെ ഒരു വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇപ്പോൾ ന്യൂസ് 18 ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. ന്യൂസ് 18-നും ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിനുമെതിരെ ഭീഷണി മുഴക്കിയ നടൻ വിനായകന്റെ വാർത്ത പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കും. ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഒരു പ്രതിഷേധം ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ. ദളിത് അവകാശങ്ങൾക്കായി പോരാട്ടം നടത്തുന്നവർക്ക് ബാധ്യതയാവുകയാണ് വിനായകനെന്ന് പൊതുപ്രവർത്തക ധന്യാരാമൻ അടക്കമുള്ള വ്യക്തികൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ധന്യാരാമന്റെ പ്രതികരണം കേൾക്കാം. നമുക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇപ്പം വിനായകന്റെ ലേബൽ ഇപ്പൊ ദളിത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ അധിക്ഷേപം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ അത് മറുപടി പറയേണ്ട ഒരു അങ്ങനെ എല്ലാവരും ഞങ്ങൾക്കെതിരെയും കൂടി ഇപ്പം തിരിയാൻ തുടങ്ങി. അത്തരം വാക്കുകൾ ആരും ഉപയോഗിക്കരുത്. നമുക്ക് ഞാനൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ തെറികളൊക്കെ ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് മനുഷ്യൻ പൊറുക്കുന്ന തെറിയാണ്. കാരണം അതിനൊരു റീസൺ ഉണ്ട്. പക്ഷെ ഇതുപോലെയൊന്നും ഇത് ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാവരും വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ഭാഷ കുറച്ചും കൂടെ നല്ലതാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇല്ലെങ്കിൽ അത് പിന്നീട് ആരും അംഗീകരിക്കത്തില്ല. ഇവരെ സമൂഹം വെറുക്കും, ഒറ്റപ്പെടുത്തും. എന്തായാലും വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. മോശം പെരുമാറ്റം നടത്തുന്ന വിനായകൻ ജാതി കാർഡ് ഇറക്കിയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക് പറയുന്നതോ നാക്കെടുത്താൽ തെറിവാചകം മാത്രം പറയുന്ന വിനായകൻ, മുൻതൂക്കി കാണിക്കുന്ന വിനായകൻ, ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഏതൊക്കെ മരിച്ചുപോയ നേതാക്കന്മാരുണ്ടോ അവരെയൊക്കെ തെറി പറയുന്ന വിനായകൻ. ഇയാൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോൾ ഒരു ദളിത് കാർഡ് എടുത്ത് പൊക്കി കാണിക്കും. അത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ഈ വിനായകൻ ഈ പറഞ്ഞു നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു പേപ്പട്ടിയെക്കാട്ടിലും കഷ്ടമായ രീതിയിലാണ് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ. ഇയാളെ നിയന്ത്രിക്കാനോട് ആരുമില്ലേ? ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇയാളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഇയാളില്ലെങ്കിൽ എന്താ സിനിമയില്ലേ? ഇയാളെക്കാട്ടിലും എത്രയോ വലിയ നടന്മാർ വന്നിട്ടുണ്ട് ഇവിടെ, എത്രയോ വലിയ നായകന്മാർ വന്നിട്ടുണ്ട്, എത്രയോ നല്ല ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർ വന്നിട്ടുണ്ട്, ദളിതർ എത്രയോ പേര് വന്നിട്ടുണ്ട്. JC ദാനിയേൽ എന്ന് പറഞ്ഞ മനുഷ്യൻ മലയാള സിനിമ തുടങ്ങിയതായ അദ്ദേഹമല്ലേ? റോസി എന്ന് പറഞ്ഞ ദളിത് സ്ത്രീയല്ലേ മലയാള സിനിമയിൽ ആദ്യമായിട്ട് നായിക വേഷം കിട്ടിയത്? എത്രയോ പേർ. എന്നിട്ട് അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. JC ദാനിയേലിന്റെ പേരിൽ അവാർഡ് പോലും ഉണ്ട് മലയാള സിനിമ, അറിയാമല്ലോ. ഇത് നേരെ മറിച്ച് ഈ വിനായകനെ പോലെയുള്ള ഇങ്ങനെ ചില വൃത്തികെട്ടവന്മാർ എന്ന് ഇൻഡസ്ട്രിയിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ ഇൻഡസ്ട്രിക്ക് കഷ്ടകാലം തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. നടൻ വിനായകന്റെ ഫേസ്ബുക്കിലും രൂക്ഷമായ വിമർശനമാണ് പൊതുസമൂഹവും ഉന്നയിക്കുന്നത്. ന്യൂസ് 18 മേലധികാരികൾക്കും അവതാരക അപർണ കുറുപ്പിനും 12 മണിക്കുള്ളിൽ മറുപടി ഉണ്ടാകുമെന്നാണ് വിനായകന്റെ വെല്ലുവിളി. വിനായകന്റെ അറപ്പുളവാക്കുന്ന അശ്ലീല പോസ്റ്റിനെതിരെ അപർണ വാർത്ത അവതരിപ്പിച്ചതാണ് ഭീഷണിക്ക് അടിസ്ഥാനം. എന്തായാലും ഇന്നത്തെ വാർത്താ ദിനം ന്യൂസ് 18-നും ഏറെ പ്രധാനപ്പെട്ടതാണ്. 12 മണിക്കുള്ളിൽ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ മറുപടി ഉണ്ടാകും എന്നുള്ളതാണ് വിനായകന്റെ വെല്ലുവിളി. എന്തായാലും ന്യൂസ് 18 കേരളവും കാത്തിരിക്കുകയാണ് ആ മറുപടി കേൾക്കുവാൻ വേണ്ടി എന്ന് വിനായകനോട് പറയുകയാണ്.